മുഖ്യമന്ത്രിക്ക് വിദ്യാർത്ഥികൾ അയക്കുന്ന കത്തുകൾ വല്ലാത്തൊരു ആകർഷണമാണ്. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തു തരാമെന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയും. വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് നിരവധി കത്തുകളാണ് വിദ്യാർത്ഥികളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ച് ഒരു 4ാം ക്ലാസ്സുകാരി മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ആ കുഞ്ഞു മനസ്സിന്റെ അപേക്ഷയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഇന്ന് ശ്രദ്ധ നേടുന്നത്. കോഴിക്കോട് ഓമശ്ശേരി പൂളപ്പൊയിൽ ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹാദിയയാണ് തന്റെ സ്കൂളിന്റെ ദുരവസ്ഥ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സ്കൂളിൽ കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതും സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾ പോലും ഇവിടെ പ്രവേശനം തേടാത്തതും ഹാദിയയെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ഒരു പ്രത്യേക അഭ്യർത്ഥനയും ഹാദിയ മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രി ഒരിക്കൽ സ്കൂൾ സന്ദർശിച്ചാൽ സ്ഥാപനത്തിന് നല്ല പ്രചരണം ലഭിക്കുമെന്നും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടുമെന്നുമാണ് അവൾ ആ കത്തിൽ കുറിച്ചത്. കത്ത് മുഖ്യമന്ത്രിയുടെ കൈകളിലെത്തുകയും മറുപടി ലഭിക്കുകയും ചെയ്തു. തിരക്കുകൾ കാരണം കത്ത് വായിക്കാൻ വൈകിയെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഒരു ദിവസം സ്കൂളിലെത്തി ഹാദിയയെയും അധ്യാപകരെയും നേരിൽ കാണാമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു കത്തും സോഷ്യൽ മീഡിയയിൽ ഇന്ന് തരംഗമാവുകയാണ്. KSRTCയിലും സ്വകാര്യ ബസ്സുകളിലും വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്ന നിർദ്ദേശവുമായി കാരാക്കുറുശ്ശി ദാറുസലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫിസ ഫാത്തിമയും മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. തന്റെ കത്ത് മുഖ്യമന്ത്രി വായിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രിയുടെ മറുപടിയും എത്തി. ഫിസയുടെ നിർദ്ദേശങ്ങൾ വായിച്ചുവെന്നും പരിഗണിക്കാവുന്ന കാര്യങ്ങൾ ഉറപ്പായും പരിഗണിക്കാമെന്നും മുഖ്യമന്ത്രി മറുപടിയും നൽകിയിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് നേരിൽ കാണാമെന്ന വാഗ്ദാനവും നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയും നേരിൽ കാണാമെന്ന ഉറപ്പും ലഭിച്ചതോടെ ഫിസ ഫാത്തിമ ഇപ്പോൾ വലിയ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ്. ഏതായാലും കത്തുകൾക്ക് മറുപടി കിട്ടിയതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഹാപ്പി.